നമ്മുടെ രണ്ട് മക്കളൂടെ നമ്മുടെ അവതാരകരായിട്ട് എത്തിയിട്ട് നമ്മളെ എന്താ പേര്? മോളുടെ പേരോ? ഏത് ക്ലാസ്സിലായി? ഒന്നിച്ച് നമുക്ക് അവതരിപ്പിക്കുവോ? വല്ല നടക്കുമല്ലേ? ഓക്കെ ഓക്കെ. മോളുടെ പേര് പറഞ്ഞേ? പറു. അപ്പൊ മറുവയല്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു? എല്ലാം വെരി സാറ്റിസ്ഫൈഡ്. Especially നിങ്ങൾ പറഞ്ഞാ പോരാ, നല്ല ആരോഗ്യം വേണ്ടേ? റൗണ്ട് ഓടാ. ഞാനും അങ്ങും കൂടെ ഓടിയാൽ ആര് ജയിക്കും? നിങ്ങൾ ജയിക്കും. താങ്ക് യു. നേരത്തെ പറഞ്ഞു. എന്താ അമ്മയുടെ പ്രശ്നം? എന്താണ്? എന്റെ ജന്മം ഒന്ന് സഫലമായി കിട്ടിയാൽ എത്രയായാലും കാണാൻ എന്ത് പറ്റി അമ്മ? എന്ത് പറ്റി? കരയില്ലേ അമ്മ? കരയില്ലേ? കാര്യം പറയാം. ഞാൻ എത്ര അപേക്ഷ അയച്ചു. അമ്മയുടെ പേരെന്താ? അമ്മ എന്തെങ്കിലും വിഷമമുണ്ടോ ഇപ്പോ? ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരാളെ നമുക്ക് അമ്മ വിഷമിക്കാതെ അമ്മമാരുടെ പ്രശ്നം പരിഹരിക്കാനല്ലേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഡീൽ ചെയ്യാം. ദീപക്കെ അമ്മ ഒന്ന് ഡീൽ ചെയ്ത്. അമ്മയൊന്ന് ഡീൽ ചെയ്ത്. സാധനമുണ്ടാ? ഓക്കെ. തലശ്ശേരിക്കാരെ പാട്ട് കേൾക്കാതെ പോകാൻ പാടില്ല. ഇതാണ് അല്ല അമ്മ ഇങ്ങോട്ട് എല്ലാരും ചേരുവിൻ ഒരുങ്ങി ഫിറ്റ്നസ് ഒരുങ്ങി ലഹരിയെ തുരത്താൻ ഒരുമിക്കുവാൻ ഒന്നായി വായോ. എല്ലാരും ചേരുവിൻ എല്ലാരും ചേരുവിൻ ഒരുങ്ങി ഫിറ്റ്നസ് ഒരുങ്ങി ലഹരിയെ തുരത്താൻ ഒരുമിക്കുവാൻ ഒന്നായി വായോ. എല്ലാരും ചേരുവിൻ എല്ലാരും ചേരുവിൻ ബന്ധങ്ങളറിയാൻ സൗഹാർദ്ദം പൂക്കുവാൻ. ബന്ധങ്ങളറിയാൻ സൗഹാർദ്ദം പൂക്കുവാൻ. കളിയാകും ലഹരിയിൽ വ്യായാമമുറകളിൽ ആദ്യം ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു പാട്ട് അങ്ങനെ സ്വകാര്യമായിട്ട് പാടാൻ ചോദിച്ചത്. ചെറുതായിട്ട് കൂട്ടത്തിൽ പാട്ടുണ്ടായിരുന്നു. രഹസ്യം കൈയോടെ പിടിച്ചു. അല്ലല്ല, ഇത് ഇന്നലെ നിങ്ങൾ പറഞ്ഞ പാട്ടാണ്. രാത്രി 12 മണിക്കാ പാട്ട് മുനീർ മാഷ എഴുതിയതാണ്. 12:30 നമുക്ക് മെസ്സേജ്. ഞാനാണ് എഴുതിയത് സാർ. അബ്ദുൽ മുനീർ. വയലാർ അബ്ദുൽ മുനീർ. ഇന്നലെ രാത്രി 12:00 പാട്ട് എഴുതി കൊടുത്തു. ഇന്നലെ 12:30 പാട്ട് എഴുതി. അങ്ങനെ അന്നേരം തോന്നി എഴുതാൻ. അപ്പൊ എഴുതി. ലൈൻസ് 24 ഒരുങ്ങി ടെലി ഫിറ്റ്നസ് ഒരുങ്ങി. 24 ലഹരിയെ തുരത്താൻ ഒരുമിക്കുവാൻ ഒന്നായി വായോ. എല്ലാരും കൂടുവിൻ എല്ലാരും ചേരുവിൻ. 24 ഒരുങ്ങി ടെലി ഫിറ്റ്നസ് ഒരുങ്ങി ലഹരിയെ തുരത്താൻ ഒരുമിക്കുവാൻ ഒന്നായി വായോ. എല്ലാരും കൂടുവിൻ എല്ലാരും ചേരും. മ്യൂസിക് ആണ് ചെയ്തത്. മ്യൂസിക് എല്ലാം ഞാൻ തന്നെ. ഇവര് പാടുമ്പോൾ അത് രാത്രി 12 മണിക്ക് കിട്ടിയത്. നമുക്ക് രാത്രി അത്രയല്ലേ സമയം കിട്ടിയുള്ളൂ. ഇപ്പം പഠിച്ചോ. ഓ വളരെ സന്തോഷം.
നിങ്ങളുടെ പാട്ട് എന്തായാലും ഗംഭീരമായി. ഒന്നുമില്ലേ 24 ഒരുങ്ങി, പിന്നെ ടെലി ഫിറ്റ്നസ് ഒരുങ്ങി. ഫിറ്റ്നസ് ഞങ്ങൾ ഫിറ്റായി. നിങ്ങളുടെ പാട്ട് കേട്ട് ഫിറ്റായി. ടീച്ചറിന്റെ പേരെന്താ? സരസ്വതി. ടീച്ചറെ ഈ ഏരിയയിലൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞ് എന്താ കുട്ടികളെ നമുക്ക് നേരെയാക്കണമല്ലോ. നേരെയാക്കണം, നമുക്ക് ജീവിതമാണ്. ആ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷൻ പറഞ്ഞു കേട്ടോ, അത് കേട്ടു. പെട്ടെന്ന് ചത്തു പോകുന്നു. അങ്ങനെ തന്നെയാണ്. പല്ലൊക്കെ അതായത് ജീവിതം ലഹരിയാക്കിയില്ല എങ്കിൽ കുട്ടികളുടെ ഭാവി അപകടത്തില. ടീച്ചർ ചൂരിലെ കയ്യിലെടുത്തോ? ചൂരില് കയ്യിലെടുക്കാറുണ്ട്. അല്ല എടുത്തോളാൻ പറഞ്ഞു. അടിക്കണമെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ലല്ലോ. ചൂരിലെ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഏതെങ്കിലും മാഷന്മാരെ കേസ് കൊടുക്കാനായിട്ട് സ്കൂൾ വരാൻ ഏതെങ്കിലും രക്ഷകർത്താക്കൾ പോയാ അവരെ ഞങ്ങളൊന്ന് കാണും. കൂടി കയറാൻ പാടില്ല കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടാ വേണ്ടത്. മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ടാ വേണ്ടത്. ടീച്ചറെ ടീച്ചർ പ്രിൻസിപ്പൽ അല്ലേ? ടീച്ചർ ഒന്ന് കാലിക്കട്ടോട്ട് വരണം. നമുക്കൊരു കുറച്ച് അവന്മാര് പേടിച്ചു പോകണം. നമ്മുടെ ഈ ശക്തി കണ്ട് പേടിച്ചു പോകണം. ഞെട്ടിക്കണം. പാട്ടുകാരല്ല അവിടെ മാത്രമല്ല നിങ്ങളെ യാത്ര സഫലമായിരിക്കട്ടെ. സഫലമാകും. സഫലം ഈ യാത്ര. ഓക്കെ. അല്ല വേറെ കാര്യമുണ്ട്. നിങ്ങൾക്കൊരു സുവർണാവസരമുണ്ട്. അവിടെ ഈ പീപ്പിൾസ് ഗാനമേളയാ. ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് ഇന്ന് പാടാം. അപ്പൊ നിങ്ങൾക്കൊരു അവസരം കിട്ടും അവിടെ. അപ്പൊ ലൈവ് ആയിരിക്കും, അത് 24 ലൈവ് ആയിരിക്കും. അപ്പൊ കോഴിക്കോട്ട് വന്ന് അന്നത്തേക്ക് പാട്ട് പഠിച്ചേക്കണം. ഇതുപോലെ സ്വകാര്യമായിട്ട് പാടണം. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കേരള യാത്ര എല്ലാവരും സ്കൂളിൽ കാണാം. അവിടെ പരിപാടിയുണ്ട്. ഓക്കെ. ഹലോ, ബിനു മോഹൻ. സന്തോഷം. ഇപ്പൊ തലശ്ശേരിയിലെ ചാർജ് കൂടിയാണ്. അപ്പോൾ തലശ്ശേരി പരിസര പ്രദേശങ്ങളൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല താങ്കളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ 12 ജില്ലകളും കുറച്ച് പ്രശ്നമാണ്. ഒരു ജില്ലയും അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഡ്രഗ്സിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സാർ എല്ലാ ജില്ലയിലും ഒരുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം തലശ്ശേരിയിൽ ഒരുപക്ഷെ പണ്ട് മുതലേ നമുക്ക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ പണ്ട് മുതലേ ഡിറ്റക്ഷൻ കൂടുതലുള്ളതാണ്. ഇപ്പം ഓൾമോസ്റ്റ് പോലീസിന്റെ എഫേർട്ട് നല്ലോണം കൂടുതലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റിൽ തന്നെ നല്ല കേസുകൾ തലശ്ശേരിയിലും കണ്ണൂർ സിറ്റിയിലും ഒരുപാടായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാം, ജനങ്ങൾ നേരിട്ട് ഇടപെട്ട് തുടങ്ങി. പ്രതികരണം അതിശക്തമാണ്. പോലീസിന് ഭയങ്കര പിന്മലാണ്. ഇപ്പൊ പോലീസ് എന്ത് ചെയ്താലും അവർ ചോദിക്കത്തില്ല. അവർക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ അവസാനത്തെ MDMA-കാരന് നാട് വിടണം. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവനെ അകത്താക്കിയിടണം. അവൻ നിങ്ങൾക്കൊരു കരുത്താണ്. ജനപിന്തുണ ഒരു കരുത്താണല്ലോ. നിങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം, ഇടപെടലുണ്ടാവില്ല, പൊതുപ്രവർത്തകർ വിളിച്ചു ചോദിക്കത്തില്ല, നേരെ പിടിച്ചോ. കാര്യം ഇടയ്ക്കൊക്കെ ചില ദല്ലാളന്മാരെ കാണുമല്ലോ, അവരൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അല്ല, ഇപ്പോൾ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ഡ്രഗ്സിന്റെ ഒരു ഇമ്പാക്ട് കൂടി വന്നപ്പം ആളുകൾ ഇടപെട്ടു തുടങ്ങി. അപ്പം പൊതുജനങ്ങൾ പൂർണ്ണമായിട്ട് ഇടപെട്ടു. അതിന്റെ ഭാഗമായിട്ട് ട്രേഡ് യൂണിയൻ ആളുകൾ, ഓട്ടോ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പം എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അപ്പം തന്നെ പോലീസിനെയോ എക്സൈസിനെയോ അറിയിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അതിൽ അവരെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിക്കുന്ന നടപടിയിലേക്ക് ഇപ്പം. അല്ല, അങ്ങ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ വിദേശത്തൊക്കെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. രാസലഹരിയുമായിട്ട് ഒരാളെ കണ്ടാൽ ഒരു പൊതുജനത്തിന് എന്തൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്? നിയമം കയ്യിലെടുക്കാതെ അയാളെ തടഞ്ഞു വെച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാൾ രാസലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടത്തുന്ന ആളോ അല്ലെങ്കിൽ ഉപയോഗം നടത്തുന്ന ആളാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നുകിൽ എക്സൈസിനെയോ പോലീസിനെ അറിയിക്കുക. തടഞ്ഞു വെച്ച് പോലീസിനെ എക്സൈസിനെ അറിയിക്കാം. പാടില്ലെന്നുള്ളേ ഉള്ളൂ. തീർച്ചയായും നിയമം കയ്യിലെടുക്കാതെ. പക്ഷേ അവർക്ക് പിടിച്ചു നിർത്തി പോലീസിനെ ഏൽപ്പിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. തടഞ്ഞു വെക്കാം. അതൊരു സിവിൽ റൈറ്റ് ആണ്, അല്ലേ? അപ്പൊ ആ റൈറ്റ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും എനിക്കൊന്ന് അങ്ങ് കുറച്ചുകൂടെ ഒരു സോഷ്യലി സജീവമാകാൻ പറ്റിയ സമയമായിരുന്നു. കാരണം ഇതൊരു നമുക്കൊരു ടൈം ഔട്ട് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആൾക്കാരെല്ലാം അഡിക്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ ബോധവൽക്കരണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ബോധവൽക്കരണം ഇപ്പം ജനങ്ങൾ എന്തൊക്കെ ഇറങ്ങി തുടങ്ങി. കാരണം നമുക്ക് പൊതുവെ പോലീസിന് മുന്നേ ഇൻഫർമേഷൻ പലരും തരാൻ മടിക്കാറുണ്ടായിരുന്നു. കാരണം അവരുടെ ഐഡന്റിറ്റി വെളിവാകും എന്നുള്ള രീതിയിലൊക്കെ പേടികൊണ്ട് ഇല്ല. ഇപ്പം തീർച്ചയായും പോലീസിന് അല്ലെങ്കിൽ യോദ്ധാവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് കൂടി ആളുകൾ പോലീസിനോട് അറിയിച്ചു തുടങ്ങി. തീർച്ചയായും പോലീസിന് നല്ല ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയതോടുകൂടി അങ്ങനെ അറിഞ്ഞില്ല. നമ്മളൊരു ടോൾ നമ്പർ ഇട്ടിട്ടുണ്ട്. കാരണം ടോൾ നമ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആരും വിളിക്കില്ല. അവിടെ കോളോടെ കോളാം ആൾക്കാർ. ഇനി കള്ളത്തരങ്ങൾ വിളിച്ചു പറയാതെ പോലും സംശയം ഉണ്ട് നമുക്ക്. അളിയനോ? പ്രജിന്റെ അളിയാ സംഭവം. പ്രജിൻ നമ്മുടെ ആസ്ഥാന ഗായകൻ. പിന്നെ നമ്മള് മാത്രമല്ല ഇപ്പൊ തന്നെ പാട്ടൊന്ന് കൊഴിപ്പിച്ചത് പ്രജിൻ ഇറങ്ങിയപ്പോഴാണ്. ഇത് പോലീസ് സേനയിലെ മ്യൂസീഷ്യനാണ്. നന്നായിട്ട് നിങ്ങൾ കുടുംബത്തിലുള്ള പാട്ടുകാരാണ്. അപ്പൊ അളിയൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഇന്റർപ്രറ്റ് ചെയ്താൽ എങ്ങനെയാണ്? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഹസ്ബൻഡാണ്. ഓക്കെ. അപ്പൊ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് അളിയനെ കാണാൻ പറ്റിയതിൽ പ്രജിന്റെ അളിയൻ ഞങ്ങളുടെ അളിയനാണ്. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ മാത്രമല്ല എല്ലാ നാട്ടിലെ അളിയന്മാർക്കും വേണ്ടി ഞാൻ ചോദിക്കുക, അതായത് എന്താണ് ഇപ്പൊ നമുക്ക് ഈ മയക്കുമരുന്നിനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പരിപാടി?
സാറ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. ഒന്നുമില്ല, ഇപ്പം ഞങ്ങൾക്ക് ഇൻഫർമേഷൻസ് വന്നു തുടങ്ങി ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ. നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ഇതുപോലെ ഓട്ടോ ഡ്രൈവേഴ്സ്, സാധാരണക്കാർ, ജനങ്ങൾ സൈകെട്ടിട്ട് കൊലപാതകം വരെ നടക്കൂലേ, അതല്ലേ എന്റെ പ്രശ്നം. ആദ്യമൊക്കെ പേടിയായിരുന്നു ആൾക്കാർക്ക്, ഇപ്പൊ പേടിയൊന്നുമില്ല. അവര് പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ നല്ല പോസിറ്റീവ് സൈനാണത്. അപ്പൊ അല്ല, ആളുകൾ ആദ്യം വിചാരിച്ചെന്ന് അറിയാമോ, എന്റെ വീട്ടിൽ ആരും ഇത് ഉപയോഗിക്കത്തില്ല. അതാണ് തൊട്ടടുത്ത വീട്ടിൽ ഒരു താമസിക്കുന്ന ഒരു ചൊല്ലുണ്ട് സാറേ, ആരാണ്ട് അമ്മക്ക് ഭ്രാന്താണ് അവനവനിസമായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ തൊട്ടടുത്ത വീടുകളിൽ ഇപ്പം ആരെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കും. പിന്നീട് ഈ വീട്ടിലെ ആൾക്കാരാണ്. ഇപ്പൊ ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ ആ മറ്റേ കുട്ടിയായിട്ട് കമ്പനി ആയാൽ അവൻ സ്വാഭാവികമായിട്ട് ഡ്രഗിലേക്ക് വരും. പിന്നെ അങ്ങനെയാണ് ഈ വീട്ടിലേക്കും ഇത് വ്യാപിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അതിനുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വന്നു തുടങ്ങി. ഞങ്ങൾ അതിനുള്ള പോലീസിൽ പരിമിതികളുണ്ട്, കാരണം ഞങ്ങൾക്ക് എല്ലാം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പേര്? രൂപേഷ്. 2 ലൈൻ പാടിയാലോ? ഈ പാടില്ല, പാട്ട് പാടാറില്ല, പാട്ട് പാടും. പാടും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഹാഷ്മി ഗിറ്റാറിസ്റ്റ് അളിയന് വേണ്ടി ഒരു 2 വരി ഡിവോട്ട് ചെയ്യുന്നു. കാരണം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സ്റ്റേഡിയത്തിൽ ഒരു അളിയന് വേണ്ടി വേറെ അളിയൻ പാടും. ലോക ചരിത്രത്തിൽ ഒരു അളിയന് വേണ്ടി വേറെ അളിയൻ. ഫസ്റ്റ് ടൈം ഇൻ വേൾഡ് ഹിസ്റ്ററി. നല്ല സൂപ്പർ പാട്ടായിക്കോട്ടെ. എവരിവൺ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ ഒന്നും തേനും വയമ്പുമുണ്ടോ പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ സൂപ്പർ അളിയാ. തമാശറിയോ, കാക്കിക്കുള്ളിലെ കലാകാരന് മാത്രമല്ല നമ്മുടെ സ്ത്രീജനങ്ങളോട് ഏറ്റുപാടിയായിരുന്നു. ഇപ്പോഴും ഒരു സ്വകാര്യമായിട്ടാണ് പാടുന്നത്, ആരും കേൾക്കരുത്. സ്വകാര്യമായിട്ട് പാടുന്ന ഈ പരിപാടി നിർത്തണം. നിങ്ങളുടെ കോഴിക്കോട് വരുമ്പോണ്ടല്ലോ തൊണ്ട പൊട്ടി പാടണം. അമ്മച്ചിയുടെ പേരെന്താ? സരോജിനി അമ്മച്ചി ഒന്ന് കണ്ടോളൂ, ക്യാമറയെ കണ്ടോ? അമ്മച്ചി എന്താ ഇന്ന്? ഒന്നും ചെയ്യുന്നില്ല. അമ്മച്ചിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? അമ്മച്ചി വളരെ സന്തോഷം. രാവിലെ ടെലിഫിറ്റ്നസ് സന്തോഷം. തന്നെ ടെലിഫിറ്റ്നസ് ആണ്. ആരോഗ്യം അല്ലേ? നിങ്ങളെല്ലാം ആരോഗ്യം നോക്കുന്നുണ്ടല്ലോ. 20 കൊല്ലമായിട്ടല്ലേ? ഞാൻ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. അതിന്റെ ഗ്രേസ് ഉണ്ട് ഫേസിൽ. ഓക്കെ.